ഗ്യാസ് അടുപ്പുമ്പോൾ ചുട്ടിട്ട് നന്നാവുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ചുട്ടിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞൊരിക്കുള്ളൊരു വീഡിയോ വന്നിട്ടത്. ക്യാരറ്റും അതുപോലെ തന്നെ 3 മുട്ടയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ക്യാരറ്റ് ഇതേപോലെ വേവിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം, ആവശ്യത്തിനുള്ള വെള്ളം, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും, അതുപോലെ തന്നെ ഏലക്കൻ്റെ കുരുവാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് ചുട്ടെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുഴുവൻ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും. അതുപോലെ തന്നെ വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളിയാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. തേങ്ങാപ്പാലൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത് അടുപ്പിലാണ് ചുട്ടെടുത്തത്. അപ്പോൾ അടുപ്പ് ചുട്ടാൽ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പ് ചുട്ടിട്ട് നന്നാവാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്.